ഹായ്. അപ്പോൾ ഡെയർ ടു വിന്നിന്റെ പുതിയൊരു കപ്പിത്താൻ ഗെയിമാണ് അരങ്ങേറാൻ പോണ. കപ്പെന്നങ്ങനെ പറഞ്ഞാൽ അതായത് ഇതെന്ന് പറഞ്ഞൊരു പ്രത്യേകതരം ഗെയിമാണ്. ഇതൊരു ബോൾ ഉണ്ടോ? ഈ ബോള് കിടക്കുന്ന കപ്പില് നമ്മളിൽ അവിടെ ഇരിക്കുന്ന ബക്കറ്റ് ഉണ്ട്, അതിൽ നിന്ന് പോയി ഇങ്ങനെ വെള്ളം കോരി കൊണ്ടുവന്ന് ഒഴിക്കണം. എന്നിട്ട് അപ്പൊ ഈ ബാൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുമല്ലോ. ഈ പൊങ്ങി പൊങ്ങി വരുന്ന ബാളിനെ ഊതി അപ്പുറത്തിട്ട് വേണം. എന്നിട്ട് വീണ്ടും വെള്ളം കൊണ്ടുവന്ന് ഇതിലൊഴിച്ച് നിറയ്ക്കണം. എന്നിട്ട് പൊങ്ങി പൊങ്ങി വരുമല്ലോ, വീണ്ടും ഊതി അപ്പുറത്തിടണം. അങ്ങനെ അപ്പുറത്തിട്ട് ഇത് അവസാനം ഇതിൽ വീഴുമല്ലോ. ഇത് നിറഞ്ഞു കഴിഞ്ഞ് ഊതി അങ്ങ് വെളിയിൽ കളയുന്ന ആള് കപ്പിത്താനാവും. ഞാൻ ആർക്കെങ്കിലും മനസ്സിലാവും ഇങ്ങനെ പറഞ്ഞാലും സംശയം. ഇത് ഒഴിച്ചിട്ട് ഈ വെള്ളം എടുത്ത് പുറത്ത് വെച്ചാൽ പോയി അവിടെ പോണെന്നേന് നീ കപ്പിത്താൻ. അപ്പൊ ബോള് വെളിയിൽ പോയാൽ അടുത്ത് അതിൻ്റെ അകത്ത് വീണും. അപ്പൊ ഇതിനാണ് വെളിയിൽ പോണെങ്കിൽ എടുത്ത് ഇതിന്റെ അകത്ത് വീണും. അല്ല തുടക്കം വീണ്ടും പോണം അങ്ങനെയൊന്നും വേണ്ട. അയ്യേ സമയമൊന്നുമില്ലടി. ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇതിന്റെ അകത്തിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതില് ഊതിയപ്പോഴത്തേക്കിനും വെളിയിൽ പോയി, അപ്പൊ വീണ്ടും ഇതിനകത്ത് ഇടണോ അതോ ഇതിനകത്ത് ഇടണോ? ഇതിന്ന് ഊതി ഇതിലോട്ടിട്ടപ്പോ വെളിയിൽ പോയെങ്കിൽ ഇതിനകത്ത് ഇതിലിട്ടിട്ട് ഇതിലോട്ട് പോകുന്നു. മനസ്സിലായോ? അത് അപ്പൊ എല്ലാം മനസ്സിലായല്ലേ? അപ്പൊ ഗെയിം തുടങ്ങാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. അതിന്റെ അപ്പുറത്തെ ക്ലാസ് ഇറങ്ങുന്നു. എനിക്കെന്താ ഓട്ടൊക്കെ എന്റെ കയ്യിൽ. എന്റെ പള്ളി ഇതിനൊഴി, എന്റെ ചെറിയ സെലക്ഷനിലൊഴി. എന്റെ ചെറിയ കൈയുടെ രണ്ട് കൈ വാടക എടുത്തോണ്ടോ? എന്റെ അറിയാതില്ല പോപ്പ്. എന്റെ ഇറങ്ങില്ല കാര്യം. ഓ ഇങ്ങനെ തട്ടുന്നു. വിഷമചാന് നോയിക്കോയേ, ഇച്ചിരി കൂടുന്നുണ്ട്. അയ്യോ അയ്യോ.
എടാ എന്റത് നിറയുന്നില്ല. നീ കള്ളക്കത്തരം കാണിച്ചോണ്ട് അല്ലെങ്കിൽ എപ്പോഴും നിറഞ്ഞേ. വെള്ളം നിറഞ്ഞാലും അപ്പുറം ചാടും. അറിയാടാ. ഈ കപ്പിത്താൻ ഗെയിമില് ഞാൻ തന്നെ ജയിച്ച്. നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ് ഇത് കള്ളക്കളിയാണ്. ഒരു ചാനലിന്റെ പരിപാടി കട്ട് ചെയ്തൊന്നും പറഞ്ഞു കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ തന്നെയാണ് ജയിച്ചത്. നമ്മളെ കുഞ്ഞിക്കൈ വേണ്ട എന്റെ കണ്ട ചെറിയ അയ്യോ എന്റെ അതിനും അല്ലല്ലല്ല എന്താ പിറക്കോട്ടേക്ക് മുമ്പോട്ട് കേടാ കണ്ട കയ്യില്ലേ ഈ ഗെയിമില് ഞാൻ തന്നെ ജയിച്ചു. ഞാൻ തന്നെ കപ്പിത്താൻ. അടുത്ത എന്റെ ചലഞ്ച് അടുത്ത എന്റെ ചലഞ്ച് ഗെയിമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. ആരോഗ്യവും സൗന്ദര്യവും എല്ലാവരും ശ്രദ്ധിക്കുന്നതല്ലേ? ആണോ? ശ്രദ്ധിക്കോ? ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നീയല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ രാവിലെ റൊട്ടീൻ അല്ല ഞാൻ രാവിലെ എഴുന്നേക്കും, ഫേസ് വാഷ് ഇട്ട് മോൻ കഴുകും. പിന്നെ ഷൂട്ടിന് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ സൺസ്ക്രീൻ ഇടും, കണ്ണു വരയും വരും. ഇങ്ങനെയുള്ള ഷൂട്ടിന് ഫൗണ്ടേഷൻ അല്ല മറ്റേ പൗഡർ ഉണ്ടല്ലോ മറ്റേ ഇതിന്റെ. മുമ്പ് ജിമ്മിൽ പോവായിരുന്നു. പിന്നെ ഞാൻ ജിമ്മിൽ പോയപ്പോഴത്തേക്കിന് ആദ്യത്തെ ഒരു ജിമ്മിൽ പോയി, അത് ഞാൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് വേറൊരു എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ജിമ്മിൽ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് പോണ്ടേ, ഒരാളെ കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഇപ്പൊ ഈ ടീമിലുള്ള ഒരാളെ ഞാൻ കൊണ്ടുപോയി. ഇങ്ങനെ വരുന്നത് 8-9 മണിക്കായിരുന്നു ഇങ്ങനെ വരുന്നത്. പിന്നെ അതങ്ങ് നിർത്തി. ഞാനും വേറെ 2 ആൾക്കാരായിട്ട് ജിമ്മിൽ പോയി. നിർത്തി എന്നിട്ട് പുഷപ്പ് അടിക്കാൻ പോയി തന്നെ നടുവ് കയറിയിരിക്കും. ആരാണോ? പിന്നെ എനിക്കൊരു കഥയുണ്ട്. അതായത് ജിമ്മിൽ പോകാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചൊരു കഥ. സാധാരണ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ചേട്ടനാണ് പോയി വാങ്ങുന്നത്. ചേട്ടനവിടെ പോയിരുന്നു. അപ്പോൾ എന്നെ രാവിലെ അമ്മ കുത്തി എണീപ്പിച്ച് രാവിലെ ഒരു 6 മണി ആദ്യമായിട്ടാണ് രാവിലെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വണ്ടി എടുത്ത് രാവിലെ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു പെങ്കൊച്ചിങ്ങനെ ജോഗിങ്ങിന് ഇങ്ങനെ നടന്നു വരുന്നു. നടന്നല്ല, ഓടി വരുന്നു. ഈ കഥ എനിക്കറിയാം. എന്നിട്ട് പറ. അപ്പം അന്നത്തെ ദിവസം നോട്ട് ചെയ്തു. പിറ്റേ ദിവസം വീണ്ടും രാവിലെ എണീക്കാനുള്ളൊരു ത്വര വന്നു പറയും, മോട്ടിവേഷൻ വന്നു. അങ്ങനെ പിറ്റേ ദിവസം പോയി. അപ്പം പിറ്റേ ദിവസം പോയപ്പോൾ ഈ കൊച്ചു വീണ്ടും ഓടി വരുന്നു. അപ്പം വീണ്ടും ഒരു കാണാനുള്ളത് അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്ക് രാവിലെ ഓടാൻ പോയാലെന്ന് പറഞ്ഞു. അവൻ സമ്മതിച്ചില്ല ആദ്യം. ഞാൻ അവനെ കൺവിൻസ് ചെയ്ത് അവനെ കൊണ്ട് രാവിലെ ഓടാനൊക്കെ പോയി. ഇപ്പം വീട്ടുകാരെ ചോദിക്കുന്നു, ഇവനെന്ത് നന്നായ രാവിലെയൊക്കെ എണീച്ച് ഓടാൻ പോണ്, ഭയങ്കര ഇത്. ഇങ്ങനെ ഇവളെ മീറ്റ് ചെയ്യും. ഇവള് വേറെ തിരുവനന്തപുരത്ത് എവിടെയാണ് മീറ്റ് ചെയ്യാം, ഡെയിലി കാണാന്നുള്ള ഇത് തിരക്കിയപ്പോഴാണ് അവള് ജിമ്മില് പോണെന്ന് പറഞ്ഞത്. ജിമ്മിൽ പോകണമെങ്കിൽ ഫസ്റ്റ് പൈസ വേണം. അപ്പം പൈസ ഇല്ലാതെ അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പം എബിനെണ്ണ കിട്ടി. അപ്പൊ എബിനെണ്ണ അല്ലങ്ങനല്ല, ഞാൻ പറഞ്ഞു എബിനെണ്ണ ഒരു അത്യാവശ്യം കുറച്ച് പൈസ തരുമെന്ന് പറഞ്ഞപ്പോൾ സെന്റിമെന്റ് ഒക്കെ അടിച്ച എബിനെണ്ണ എന്താണ് മോനെ ഞാൻ പൈസ തരും, പൈസ ഏറ്റെടുത്ത് പറഞ്ഞ് എബിനെണ്ണ പൈസ ഇന്നത്തെ കാര്യം ഓർമ്മ 500 രൂപ വെച്ചില്ലേ അതെടുത്ത് കൊടുത്തു. അതിന്റെ അങ്ങനെ കഥയൊക്കെ കുറച്ച് ചോദിക്കുന്നത് കേട്ടാ പോയി. അങ്ങനെ
അങ്ങനെ ഇങ്ങനെയൊന്നും പൈസ പറ്റിച്ച് ഞാൻ മേടിച്ചിട്ട് അവിടെ പോയി അഡ്മിഷൻ എടുത്ത് കൂട്ടാനെ കൊണ്ടുപോയി എടുത്തേ പറ്റിച്ച് അവനെ ഞാനും കൂടെ എടുത്തു. അങ്ങനെ ജിമ്മിൽ വീണ്ടും പോയി തുടങ്ങി. അപ്പം ജിമ്മിൽ പോകണമെന്ന് താല്പര്യം ഉണ്ടായിട്ടില്ല, ഇങ്ങനെ പെൺകൊച്ചെ കാണാൻ വേണ്ടി. അപ്പം അവളവിടെ നിന്ന് ഇങ്ങനെ ഡംബിൾ എടുക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഡംബിൾ എടുക്കും. അങ്ങനെ ഐറ്റ് അതായി, അല്ല ഐറ്റ് ലോക്കായി. അങ്ങനെ അങ്ങനെ പറഞ്ഞു വരട്ടെ, ഫ്ലോ വരട്ടെ. ലോക്കായിട്ട് ലോക്കായിട്ട് വരണ്ടേ? ഇത് ലോക്കറിന്റെ പരസ്യോ? അങ്ങനെ ഇന്ന് പറയുന്നില്ല. ഓക്കെ, ഒരാഴ്ച അങ്ങനെ ജിമ്മിൽ പോയി. ജിമ്മിൽ പോയിട്ട് അപ്പം ഇവളായിട്ട് ഇനിയും സംസാരിക്കണം. അടുത്ത നമ്മളെ സ്റ്റെപ്പ് അതാണല്ലോ, ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് സംസാരിക്കണം. സംസാരിക്കാൻ നേരത്താണ് ഞാനൊരു സത്യം അറിയുന്നത്. പറ, കൊച്ചിറക്കം പറയട്ടെ. നീ പറ പോലെ ആലോചിച്ചില്ലേ? എന്തിനറിയുന്നത്? ആ ജിമ്മിലെ കോച്ചിന്റെ ലൈനായിരുന്നു ഇവള്. അതെന്നെ തളർത്തി. പിന്നെ നിർത്തിയ ഇല്ല, അപ്പൊ വേറൊരു കോച്ച് ഇപ്പൊ ഉണ്ടോ? കോച്ച് പോണ്ട്. അപ്പൊ അപ്പം നീ അവളെ കയറി ഞാൻ നോക്കിയിട്ടാണ് ആ കോച്ചിനെ അടിച്ച് ഷേപ്പാക്കാൻ. അല്ല, അപ്പം ആ ജിമ്മിൽ തന്നെ വേറെ അപ്പൊ പിന്നെ നോക്കി അവളെ ലോക്കായി. അപ്പൊ അത് സെക്കൻഡ് കോച്ചിന്റെ അതിനായിരുന്നു. പിന്നെ അതായിരുന്നു എന്റെ ഫസ്റ്റ് ജിം പോക്ക്. അങ്ങനെ അന്നത്തോടെ ജിം നിർത്തി. കഴിഞ്ഞ ആഴ്ചത്തെ എത്ര നാളായി കഥ? വർഷമായിട്ടുള്ളൂ. 2 കൊല്ലം കാണും. 1 വർഷം 2 വർഷം 3 കൊല്ലമായി കാണും. 3 കൊല്ലം. ഓക്കെ, 3 കൊല്ലം 3 കൊല്ലം പറയാം. 3 കൊല്ലം സമയത്ത് ആ പാളയം നെല്ലിൽ ഒറ്റ ജിമ്മേ ഉള്ളു. അവിടെ 2 പാളയക്കുന്നിൽ പോട്ട് അയിരൂരാണെങ്കിലും ഒറ്റ ജിമ്മുള്ള അങ്ങേർക്ക് മാരി ഒരു പോളേ ഉള്ളത്. കൊച്ചു മതിയാക്കടാ, മതി സഹിക്കാൻ. ഉണ്ടാക്കി പറയുന്ന അതൊക്കെ ഒരു ലോജിക്ക് വേണ്ടി. എന്റെ പൊന്നു കോച്ച് ആ ഒന്നാമത്തെ കോച്ച് ഓക്കെ, രണ്ടായപ്പോഴത്തേക്കിനും പോയത്. അത് എന്തൊരു കഥ, അത് ലോജിക്ക് വേണ്ടി. ആ കൂടി 500 രൂപയുടെ ജിമ്മാണ് അവിടെ ഇല്ല, അതില് 2 കോച്ചും. ഒന്നുമില്ല, മതി മതിയാക്ക്, ഗെയിമിലോട്ട് പോവാം. അതാ പിന്നെ നമുക്ക് ഗെയിമിലോട്ട് പോവാം. അപ്പോൾ വീണ്ടും കപ്പിത്താനായ എൻ്റെ ചലഞ്ച് ഗെയിമാണ് അവിടെ നടക്കാൻ പോണത്. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഗായത്രിക്ക് വെള്ളത്തിൽ ചാടാൻ പറ്റൂല. അതുകൊണ്ട് അവളെ ഞാൻ കപ്പിത്താനാക്കി മാറ്റുകയാണ്. എക്സ്പ്ലെയിൻ ചെയ്തു. നീ അതായത് കണ്ടോ? കണ്ടു. അതായത് നമ്മള് ഇന്നത്തെ ഗെയിം എന്താന്ന് വെച്ചാല്, ഈ ബലൂൺ ഇങ്ങനെ കിടക്കുന്നില്ലേ, ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ ബാക്ക് തിരിഞ്ഞ് ഞാൻ ഇങ്ങനെ നിൽക്കും. അപ്പൊ നിങ്ങൾ ബാക്ക് തിരിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും പല കളർ എടുക്കണം കേട്ടോ. എല്ലാരും പല കളറ് ബലൂൺ എടുത്ത് നിങ്ങൾ നിക്കണം. അപ്പൊ നിങ്ങൾ പറയുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ബ്ലൂ എടുത്തെന്ന് വെച്ചാൽ നിങ്ങൾ പച്ച മഞ്ഞ ഏതെങ്കിലും എടുത്ത്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ബ്ലൂ എന്ന് പറയുകയാണെങ്കിൽ ആ ബ്ലൂ ഉള്ളാല് വെള്ളത്തിൽ ചാടണം. അത് ഉണ്ട്, ഞാൻ അത് ടെസ്റ്റ് ചെയ്ത് പിന്നെ വരും. അപ്പൊ ആരാണോ വരുന്നത് അവർ ഫ്രണ്ടിലോട്ട് വരിക. മനസ്സിലായില്ലേ? ബാക്കി പണിഷ്മെന്റ് നമുക്ക് പിന്നെ വഴിയേ പറയാം. ചാടലും ഉണ്ട്. മനസ്സിലായോ? എന്റെ കപ്പിത്താൻ ഗെയിമല്ലേ? അതെ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. അതായത് ഈ സാധനം കണ്ടില്ലേ, ഇത് നീ കണ്ണിൽ വെച്ച് കെട്ടും. എന്നിട്ട് ഇവിടെ നിന്ന് തപ്പി തപ്പി പോയി വെള്ളത്തിൽ വീഴാതെ അവിടെ നിന്ന് ഒരു ബലൂൺ എടുക്കും. ആ ഊതി പെരിപ്പിക്കുന്ന ഏത് ബലൂണാണോ അവര് മുന്നോട്ട് വരും. അതായത് കണ്ണ് കെട്ടി നീ പോയി എടുക്കുന്ന ബലൂൺ ഏതാണോ ആ കളർ. അല്ലാതെ നീ എടുത്തോണ്ട് വന്ന് പെരിപ്പിക്കുന്ന ബലൂൺ അല്ല. മനസ്സിലായ? അത് ഞാനല്ലേ കപ്പിത്തായി, അതറിയണം. അതായത് ഇത് ഇങ്ങനെ കണ്ണ് കെട്ടും. ഇത് നീ ഇവിടെ നിന്ന് തപ്പി പിടിച്ച് പോയി ഒരു കളർ ബലൂൺ നടന്നെടുക്കും. അത് എടുത്തോണ്ടൊന്ന് ഊതി പെരിപ്പിക്കുന്ന ഏത് കളറാണോ ആ കളറാണ് നമ്മൾ എടുക്കുന്നത്. നിന്നെ പറഞ്ഞ ടെസ്റ്റ് പറഞ്ഞു. ഇയാളെന്താ ഓക്കെയാണ്. നിങ്ങള് ബലൂൺ എടുത്തോ? എടുക്കട്ടാ, ഞാൻ എടുത്തോളാം. ഇല്ല, വാ വാ വാ. നിന്നെ ഞാൻ കപ്പിത്താനാക്കിയല്ലേ? വരൂ.
അടുത്തെടുക്കട്ടെ? ഓ അതേത് തന്നെ എടുത്ത്. ഞാൻ എടുത്തോളാമേ. ഓ നീ അവക്ക് കണ്ണ് കാണാം. നീ നിങ്ങൾ എടുത്തോ. ഓ എടുത്ത്. എടുത്താ? അത് മാറ്റി കാര്യം എടുത്തില്ല. എടുത്തില്ലേ? എടുത്തില്ല. ഓക്കെ, അടുത്തതേ. വരൂ. അതെടുത്തോ. ഓക്കെ, ഇനി അടുത്തെടുക്കട്ടെ? ആ ഓക്കെ, എടുത്ത്. എവിടൊക്കെ പോയി വെറൈറ്റി ബലൂണിലൊക്കെ വീഴും. എടുത്താ? ചോപ്പ് എന്നിട്ടാ എടുത്തത്. അല്ലല്ല, ഇത് തന്നെ. അല്ലല്ല, ആ കളർ ഇത്, ആ കളർ ഇത്, ആ കളർ ഇത്. നിങ്ങൾക്ക് കാല് വയ്യാത്തോണ്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. കൂടുതൽ നടന്നിറങ്ങിയാൽ മതി. മുങ്ങിക്കോ, മുങ്ങിക്കോ. അപ്പൊ ഗെയിം ഇതോടെ തീർന്നില്ല. കാര്യം 2 വിന്നേഴ്സ് വന്നല്ലോ. അല്ലല്ല, 2 വിന്നേഴ്സ് വന്നല്ലോ. അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇനി എടുത്താ? ചാടിക്കോ, ചാടിക്കോ, ചാടിക്കോ. മുങ്ങണം, മുങ്ങണം, തല മുങ്ങണം. അപ്പം നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ഗെയിമിൽ അനന്തം ജയിച്ചിരിക്കുകയാണ്. അടുത്ത നല്ല അടിപൊളി ഗെയിംസുമായിട്ട് നമ്മൾ ഇനിയും വരും. അതുവരെ ടാറ്റ. പക്ഷെ ഒരു കാര്യം, നീ ചാട് 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 ചാട്.